25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. പി.കെ. ശശി ശക്തനായ സ്ഥാനാർത്ഥി, വോട്ട് ചോർച്ച പരിശോധിക്കുമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF CPMുമായി കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന BJP നേതാവിന്റെ പ്രസ്താവന പുച്ഛത്തോടെ തള്ളുന്നു എന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഈ രീതിയിൽ പ്രതികരിക്കില്ല എന്നും CPMുമായും BJPയുമായും കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള സാഹചര്യം അല്ലെന്നും ആ ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്നും എൻ.കെ. ജയരാജൻ വ്യക്തമാക്കി. CPMും കോൺഗ്രസുമായി ധാരണയുണ്ടാക്കി എന്ന BJP നേതാവിൻ്റെ പ്രസ്താവന വളരെയേറെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളും ആ രീതിയിൽ സംസാരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാലത്തും ഒരു ഘട്ടത്തിലും CPMുമായും അതുപോലെ തന്നെ BJPയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടാക്കാൻ കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ മുന്നോട്ട് വന്നു. പി.കെ. ശശി ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നെന്നും വോട്ട് കുറഞ്ഞതിന്റെ കാരണം താഴെത്തട്ടിൽ നിന്നും യോഗം ചേർന്ന് പരിശോധിക്കുകയാണെന്നും വോട്ട് ചോർച്ച എവിടെ നിന്നുണ്ടായെന്ന് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകുമെന്നും എൻ.കെ. ജയരാജൻ പറഞ്ഞു. ശ്രീ പി.കെ. ശശി ശക്തനായ നേതാവാണ്, ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പല സംസ്ഥാനത്തെ പല അസംബ്ലി മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ചില നീക്കുപോക്കുകൾ, പരീക്ഷണങ്ങൾ മുന്നണിയും പാർട്ടിയും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറെക്കുറെ നമുക്ക് വിജയിച്ച് കയറാൻ സാധിച്ചിട്ടുമുണ്ട്. ഒറ്റപ്പാലത്ത് വോട്ട് കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് താഴെ തട്ടിലുള്ള കമ്മിറ്റികളുമായി യോഗം ചേർന്ന് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ച് പഠിച്ചു വരികയാണ്. തീർച്ചയായും വോട്ട് ചോർച്ച പഠിച്ച് മനസ്സിലാക്കി തിരുത്തേണ്ട സ്ഥലങ്ങളിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നതായി. പാർട്ടി സർവേ നടത്തി അതിനനുസരിച്ചാണ് പാർട്ടി തീരുമാനം എടുത്തതെന്നും പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ഒറ്റപ്പാലത്തെ പ്രവർത്തകർ ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങൾ തിരുത്തിയാണ് മുന്നോട്ട് പോയതെന്നും പാർട്ടിക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഒരു സർവേ നടത്തി, ആ സർവേക്കനുസരിച്ച് ഉള്ള തീരുമാനങ്ങളാണ് എത്തിപ്പോകുന്നത്. അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അല്ലെങ്കിൽ മുന്നണി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുക, ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, മുന്നണിയെ വിജയിപ്പിക്കുക എന്നതാണ് ഏതൊരു പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ്റെയും കടമ. അത് തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കിയിട്ടുള്ളത്. ആളുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ മുന്നണിക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരായിട്ടോ മറ്റോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ്.